പ്രിയപ്പെട്ടവരെ, ട്രൂത്ത് ടാഗിൻ്റെ ജാഗ്രത എന്ന ഈ പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ഇതിനു മുമ്പ് നടന്ന എപ്പിസോഡിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി. അത് എന്നെ ഏതെങ്കിലും തരത്തിൽ ഈ സംപ്രേഷണത്തിന് യോഗ്യത ഉണ്ടാകുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിശ്വാസം എടുക്കുക എന്നുള്ളതല്ല. കാരണം ജീവിതത്തിൽ വിജയിച്ചവർക്കാണ് അങ്ങനെയുള്ള കൂടുതൽ തോലുകളൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിറക്കൂട്ടുകളൊക്കെ ചേർക്കാനായിട്ട് താല്പര്യം ഉണ്ടാകുക. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അധികവും പരാജയപ്പെടുകയാണ്. ഓരോ രംഗത്തും പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ വേണ്ടത്ര പിന്തുണ ഒരു ഭാഗത്തു നിന്ന് കിട്ടാതെ വരികയും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉട്ടോപ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വെറും സാങ്കല്പികമാണ്, ഇതൊന്നും ഈ രാജ്യത്ത് നടക്കില്ല, അതുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ കൂട്ടുകാർ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളോടും പറയാനുള്ളത്, 1850 ആ കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്പിയായിരുന്നു. 4-5 പേര് ചേർന്ന് ഈ രാജ്യത്തിന് സ്വയംഭരണം വേണം, അത് ബ്രിട്ടീഷുകാരിൽ നിന്ന് വാങ്ങിയെടുക്കണം. നിങ്ങൾക്കറിയാം, ഈ രാജ്യം നാട്ടുരാജ്യങ്ങൾ അനേകം നാട്ടുരാജ്യങ്ങളിലാണ്. ഈ നാട്ടുരാജ്യങ്ങളിൽ ഭാഷാപരമായിട്ടോ മതപരമായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടോ ഒന്നും ഒരൈക്യം ഉണ്ടായിരുന്ന കാലമല്ല. ആശയവിനിമയത്തിന് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു ടെലഗ്രാഫ് അല്ലെങ്കിൽ കമ്പിത്തപാലിൻ്റെ ഈ ഒരു സംവിധാനം ഒഴികെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ ജീവിതത്തിൽ മാറ്റം വരുത്താനോ ഒരു സൗകര്യം ഉണ്ടായിരുന്ന കാലമല്ല ഈ ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കണം. സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചു, നമുക്കൊരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റേണ്ടതാണെന്ന് പറഞ്ഞ് നമുക്കൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഉണ്ട്. ഇതൊക്കെ നിലനിൽക്കാൻ കഴിഞ്ഞ 75 വർഷമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു മാറ്റം ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല. ഇത് നമുക്ക് വേറെ ആരെയും നമുക്ക് കുറ്റം പറയാനാവില്ല. ഈ രാജ്യം ഭരിച്ച ഇടത് വലത് പാർട്ടികൾ അവരൊക്കെ ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യം, അധികാരത്തിനും പണത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച ജീവിതത്തിൻ്റെ ആ ഒരു സെക്യൂരിറ്റി, സുരക്ഷിതത്വം അല്ലെങ്കിൽ ഒരു വെൽഫെയർ, ക്ഷേമം നടത്തി കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയാണ്. അതിപ്പോൾ കുറച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്, എങ്കിൽ പോലും അടിസ്ഥാനപരമായ മാറ്റം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്തെ വിരോധാഭാസം എന്നുള്ള ആ വിഷയത്തിൽ നിന്ന് ഞാൻ വഴിതിരിഞ്ഞു പോവുകയാണോ നിങ്ങൾ സംശയിക്കേണ്ട. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം വിദ്യാഭ്യാസം, തൊഴിൽ, വരുമാനം, ജീവിതം ഇതൊക്കെ എല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയായതുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിലെ വിരോധാഭാസം എന്ന ആ വിഷയത്തിൻ്റെ ഇടയ്ക്ക് ഒരു മൊണോട്ടണി, വിരസതയൊന്ന് മാറ്റുക. അപ്പോൾ ഈ പറയുന്നതിനെക്കുറിച്ച് ഈ പറയുന്ന ആളിൻ്റെ ഇത് പറയാനുള്ള അവകാശം എന്താണ്, അയാൾക്ക് അതിനകത്ത് ആധികാരികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ എന്നുള്ള നിങ്ങളെ ധരിപ്പിക്കുക എന്ന് കൂടിയാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് കഴിഞ്ഞത്, നമ്മുടെ നാട്ടിൽ അഴിമതിയാണ് നമ്മളെ ഭരിക്കുന്നത്. അത് വലിയ സത്യമാണ്. സാർവത്രികമായ അഴിമതിയാണ്. അഴിമതിക്ക് പല രീതിയിലുള്ള രൂപവും അതിനെയൊക്കെ നമ്മൾ പോളിഷ് ചെയ്ത് നിറങ്ങൾ കൊടുത്ത് ഒരു ജനകീയവൽക്കരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ സങ്കല്പിക്കാവുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും, സാമൂഹ്യ തിന്മകൾ, ദുരന്തങ്ങൾ, ഇതെല്ലാം ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ തുടക്കം, അതിൻ്റെ ഒരു പ്രഭാവം അഴിമതിയായിരിക്കും, അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന അഴിമതിയായിരിക്കും, അതിന് പ്രേരകമായിട്ടുള്ളത് അഴിമതിയായിരിക്കും, അതിനെ നിർണ്ണയിക്കുന്നത് അഴിമതിയായിരിക്കും, അതിൻ്റെ പരിണതി അഴിമതിയായിരിക്കും. അപ്പം നമ്മൾ ആലോചിക്കുക, ഇപ്പം ഈ അടുത്ത കാലത്തെ കുറേ കേസുകൾ ആലോചിച്ച് നോക്കുക. ഓരോന്നിലും കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അവിടെ ഇടപെടലുണ്ടാകും. ആർക്കാണ് ഇടപെടാൻ കഴിയുക? പണം കൊടുത്ത് ഇടപെടുക, അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇടപെടുക. ഇങ്ങനെ നീതി നിഷേധം സാർവത്രികമായിട്ട് നടക്കുന്നൊരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വളരെ മുന്നോട്ട് പോയി, നമുക്ക് ജനാധിപത്യമുണ്ട്, മതേതരത്വമുണ്ട്, സോഷ്യലിസം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നതല്ലാണ്ട് ജീവിതത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. അത് വളരെ കുറവാണ്. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പരാതി കൊടുക്കാം. പരാതി കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന അതിൽ പരാതി കൊടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടും. നിങ്ങൾ പരാതി കൊടുക്കുന്നു, നിങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടുന്നില്ല. നിങ്ങൾ അതിൻ്റെ മേലധികാരി എടുത്തു പോകുന്നു, അവിടുന്ന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടുന്നു, അവിടെയും പ്രശ്നം പരിഹരിക്കുന്നില്ല. നിങ്ങൾ വീണ്ടും കോടതിയിൽ പോകേണ്ടി വരും.
കോടതി പോയി കഴിഞ്ഞാൽ കോടതി അവിടുത്തെ സാങ്കേതിക കാരണങ്ങളൊക്കെ പറഞ്ഞ് അത് എടുക്കുകയോ തള്ളുകയോ കൊള്ളുകയോ ഒക്കെ ചെയ്യാം. അത് വീണ്ടും മേൽക്കോടതികളിലേക്ക് പോയി സുപ്രീം കോടതിയിൽ പോയി ഇതിന് പരിഹാരം ഉണ്ടാകുമ്പോഴത്തേക്കും ഈ പരാതിക്കാരൻ്റെ കാലം കഴിഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കിന്ന് നിലവിൽ ലഭ്യമായ പരിഹാര മാർഗങ്ങളൊന്നും കാര്യമായ പ്രയോജനം ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ഏവരും കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ഏതാണ്ട് 2.5 കോടി കേസുകൾ, തീർപ്പാകാതെ കിടക്കുന്ന പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള കേസുകൾ, എത്രയോ തവണ മാറ്റിവെക്കപ്പെട്ടുള്ള കേസുകൾ ഒന്നിനും തീർപ്പാകുന്നില്ല. ജനങ്ങൾക്ക് പരാതിക്കാരന് നീതി ലഭിക്കാനായിട്ട് വലിയ താമസം വരുന്നു. ഒരുപക്ഷെ നീതി ലഭിച്ചും അയാളുടെ ജീവിതകാലത്ത് നീതി ലഭിച്ചെന്ന് തന്നെ വരികയില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സംവിധാനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ സർക്കാർ ഓഫീസുകളും കോടതികളും കയറി ഇറങ്ങി അയാളുടെ ജീവിതം ഹോമിക്കണോ, അതോ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് കഴിയുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിനെ കുറച്ചു കാലമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാനിങ്ങനെ കണക്കാക്കി നോക്കിയപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് അഴിമതിയും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അവിഹിത സമ്പത്തുമാണ്. ആരും ഒരു കുറ്റവാളിയെ വെറുതെ സഹായിക്കുകയില്ല. കുറ്റവാളി പോലീസുകാരനെയോ അല്ലെ അന്വേഷണ ഉദ്യോഗസ്ഥനെയോ അല്ലെ പ്രോസിക്യൂട്ടറെയോ അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന ഏതെങ്കിലും അധികാരിയോ പണം കൊടുത്തോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ സ്വാധീനിക്കണമെങ്കിൽ അവർക്ക് പണം വേണം. കണക്കുള്ള പണം കൊണ്ട് ഇതൊന്നും സാധിക്കുകയില്ല. കണക്കില്ലാത്ത പണമാണ് നമ്മുടെ ജീവിതത്തെ എല്ലാം ബാധിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നത് പറയുമ്പോൾ നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളിലെല്ലാം ഈ അഴിമതിപ്പണം, അധികാരത്തിൻ്റെ ദുർവിനിയോഗം ഇതിനെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് നീതി കിട്ടുന്നില്ല, നീതി നിഷേധിക്കപ്പെടുന്നു, നിരാലംബരായിത്തീരുന്നു, നിസ്സഹായരായിത്തീരുന്നു. വലിയ പണച്ചെലവ്, പൊതുജനങ്ങളുടെ പണം ദുർവ്യയം ചെയ്യുകയാണ്. അതിൻ്റെ ഒരു കണക്കും കയ്യുമില്ലാതെ ദുർവ്യയം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള എപ്പിസോഡുകൾ ഈ വിഷയത്തെ സംബന്ധിച്ചും ഇനി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ കമൻറ്റുകളൊക്കെ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൽ എൻ്റെ ഫോണിൽ എവിടെയും നിങ്ങൾക്ക് വിളിച്ച് ഇതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ വരുന്ന ഒരു എപ്പിസോഡിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതലായ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.